തൃശൂരിൽ ബി.ജെ.പി. സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച പോലീസുകാരനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ ഗുരുതര വീഴ്ച. സംഭവം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടിട്ടും പോലീസുകാരനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല. പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ബി.ജെ.പി. ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും ഇയാളുടെ വിവരങ്ങൾ അധികൃതർ രഹസ്യമാക്കി വയ്ക്കുകയാണ്. ഒരു ജില്ലാ പ്രസിഡന്റിന് പുറകിൽ നിന്ന് വന്ന് തലക്കടിക്കുകയാണ്. ഒരു ലാത്തി ചാർജിലല്ല, ഒരു പ്രകോപനത്തിലല്ല, ഒരു കല്ലേറിലല്ല, ഒന്നുമല്ല. മനഃപൂർവ്വം കാക്കിക്കുള്ളിലെ ഒരു സഖാവ് ആ ജില്ലാ പ്രസിഡന്റിന്റെ തലക്കടിച്ചിരിക്കുകയാണ്. ചെറിയ കാര്യമല്ല. ഇന്നലെ ഒരു പ്രകോപനവുമില്ലാതെ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായ ശക്തമായ നിയമ നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ഈ സംഭവം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ പോലീസുകാരനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അയാളെ ഐഡന്റിഫൈ ചെയ്തിട്ട് പോലുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ നീലിമ, കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ബി.ജെ.പിയുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ച് നേരിടാൻ വന്ന പോലീസുകാരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കിട്ട് ലാത്തി കൊണ്ട് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം നടത്തുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ അതിന്റെ ഭീകരത മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ആയത്തിന് തന്നെ ഈ ജില്ലാ അധ്യക്ഷന്റെ തലയിലേക്ക് അടിക്കുകയാണ്. അത്രയധികം മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആ തലയ്ക്കുള്ള അടിയേൽക്കുന്ന ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് എത്രത്തോളം ആയത്തിലാണ് ആ അടിയേറ്റിരിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കും. എന്തായാലും ആ സംഭവം നടന്ന് 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടെത്താനോ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഇന്ന് വൈകുന്നേരവും സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടപ്പോൾ ഉദ്യോഗസ്ഥർ അതിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് ആ വിഷയത്തെ കാണുന്നത്. അതായത് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയാണ്: ഇത്രയധികം പോലീസുകാർ വരുന്നതല്ലേ, ആരാണ് ഇത്തരത്തിൽ അക്രമം നടത്തുക എന്ന് നമുക്ക് കണ്ടെത്തുക അസാധ്യം എന്നാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ചിത്രങ്ങളും അടക്കം നമ്മൾ വാർത്ത നൽകിയിട്ടും ഇയാളെ കണ്ടെത്താനോ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാനോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിലും മുൻ സംസ്ഥാന അധ്യക്ഷൻ അടക്കം ആവശ്യപ്പെട്ടത് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമപരമായിട്ട് നടപടി സ്വീകരിക്കണം, ഇയാളെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തണം എന്ന അടക്കമുള്ള കാര്യങ്ങൾ ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ, ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രനും കടുത്ത ഭാഷയിലാണ് ഈ പോലീസ് അക്രമത്തെ അപലപിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു ഭാഗത്ത് മുതിർന്ന ഉദ്യോഗസ്ഥർ സംരക്ഷിക്കുന്ന നിലപാട് തുടരുന്നു. അതേപോലെ തന്നെ ഈ അക്രമം നടത്തുന്ന സമയത്ത് ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷന്റെ തലക്കിട്ട് അടിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ചെവിയിൽ മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്തോ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥൻ മാറുകയും തൊട്ടു പിന്നാലെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലിരുന്ന ലാത്തി ഉപയോഗിച്ച് ജില്ലാ അധ്യക്ഷന്റെ തലയിലേക്ക് മർദ്ദനം നടത്തുകയായിരുന്നു. ഇതിനുശേഷം ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ CPM ഓഫീസിൽ നിന്നും ബി.ജെ.പി. മാർച്ചിനെ നേരിടുന്നതിന് വേണ്ടി അല്ലെ ബി.ജെ.പി. മാർച്ചിനെതിരായിട്ട് പ്രകോപനവുമായിട്ട് CPM പ്രവർത്തകർ തമ്പടിച്ചിരുന്നു. അവർക്കിടയിലേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പോയി മറയുകയായിരുന്നു. എന്തായാലും CPM-ന്റെ ഭാഗമായിട്ടുള്ള യൂണിയന്റെ ഇടത് യൂണിയന്റെ ആളാണ് ഈ ഉദ്യോഗസ്ഥൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃശൂർ AR ക്യാമ്പിൽ നിന്നും വന്നിട്ടുള്ള ഉദ്യോഗസ്ഥനാണെന്നും നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നിലവിൽ ബി.ജെ.പി. ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി, സാനുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.